എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല, മറിച്ച് ഒരു യാത്രാ വിവരണമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ഒരു വൺ ഡേ ട്രിപ്പ് പോയി. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലുള്ള മാംഗ്യോമെഡേഴ്സിലേക്കായിരുന്നു ആ യാത്ര. കാലത്ത് 8 മണിക്ക് തന്നെ ട്രാവലർ വന്നു. അതിൽ ഞങ്ങൾ യാത്രയായി. നല്ലൊരു ഡ്രൈവറിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. സുരക്ഷിതമായി കൃത്യസമയത്ത് തന്നെ ഞങ്ങളെ തിരിച്ച് വീട്ടിലെത്തിച്ചു. വളരെ സന്തോഷം നിറഞ്ഞ ഒരു യാത്രയായിരുന്നു. കാരണം വളരെ നാളുകളായി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ട്രിപ്പായിരുന്നു. ഞങ്ങളിൽ ഒരാൾ പാടിയ ഭക്തിഗാനത്തോടെയായിരുന്നു യാത്ര ആരംഭിച്ചത്. ആടിയും പാടിയും ഞങ്ങളങ്ങനെ യാത്ര തുടങ്ങി. പോകുന്ന വഴി മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിലും ആദിത്യപുര ക്ഷേത്രത്തിലും തൊഴുതിട്ടാണ് പോയത്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ തീം പാർക്കാണ് മാംഗ്യോമെഡേഴ്സ്. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം ഗ്രൗണ്ടൊക്കെ ഉണ്ട്. 10 മണി മുതൽ 5 മണി വരെയാണ് അവിടുത്തെ സന്ദർശന സമയം. കയറി ചെല്ലുന്നിടത്ത് തന്നെ ഇലയുടെ ഷേപ്പിൽ ഒരു സെൽഫി പോയിൻ്റ് ഉണ്ട്. ആദ്യം തന്നെ ഞങ്ങൾ അവിടെ എല്ലാവരും കൂടി ഫോട്ടോയൊക്കെ എടുത്തു. അതിൻ്റെ അടുത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. വീക്കെൻഡിൽ 400 രൂപയും അല്ലാത്ത ദിവസം 300 രൂപയുമാണ് ഒരാൾക്ക് ടിക്കറ്റ്. ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയാൽ ജനറൽ ബ്രീഫിംഗ് തരും. അവിടെ നിന്നും ഓരോ ഗ്രൂപ്പിനും ഓരോ ഗൈഡിനെ തരും. 35 ഏക്കർ സ്ഥലമുണ്ട് നടന്ന് കാണാൻ എന്നാണ് ഗൈഡ് പറഞ്ഞത്. ഗൈഡുകൾ നമ്മൾക്ക് ഓരോന്നും കാണിച്ചു തരും. അതിനുശേഷമാണ് നമ്മൾ ആക്ടിവിറ്റീസ് ഓരോന്നും ചെയ്യുവാൻ തുടങ്ങുന്നത്. നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇലക്ട്രിക് റിക്ഷ, ലണ്ടൻ ഡക്കർ, ട്രെയിന് ഒക്കെ ഉണ്ട്. അതിന് എക്സ്ട്രാ രൂപ കൊടുക്കണം. കയറി ചെല്ലുമ്പോൾ തന്നെ ചെറിയ കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. അതിൽ അത്യാവശ്യം റൈഡൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ആദവും അവ്വയുടെ പ്രതിമയും ഒരു ഏദൻ തോട്ടവും ഒരുക്കിയിട്ടുണ്ട്. വേറൊരു നൊസ്റ്റാൾജിക് കാഴ്ചയാണ് ചക്രപ്പുര. അതിൽ കയറി നമുക്ക് വെള്ളം തേകാൻ പറ്റും, തേരോട്ട് പാട്ടൊക്കെ കേട്ടുകൊണ്ട്. ഞങ്ങളുടെ കൂടെയുള്ളവർ പലരും അതിലൊക്കെ കയറി ആസ്വദിച്ചാണ് പോയത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗ്രാമീണ ചായക്കടയുണ്ട്. അവിടെ ചായയും പലഹാരവും ഒക്കെ കിട്ടും. വളരെ ആകർഷകമായി തോന്നുന്ന വേറെന്താണ് മീനൂട്ട് പാലം. ആ പാലം നിർമ്മിച്ചത് 1 രൂപ വെട്ടിയെടുത്ത ഷീറ്റിൽ നിന്നും ബാക്കി വന്ന ഷീറ്റ് കൊണ്ടാണ് ആ നടപ്പാത ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം ഞങ്ങളോട് ഗൈഡ് പറഞ്ഞു തരുന്നതാണ്. ഒരു വലിയ കുളത്തിൻ്റെ നടുക്കാണ് ഈ പാലം. അതിലൊത്തിരി വലിയ വലിയ മീനുകളുണ്ട്. ഗൈഡ് നമുക്ക് മീനിന് കൊടുക്കാനുള്ള തീറ്റ തരും. നമ്മൾ മീനുകൾക്കത് കൊടുക്കുമ്പോൾ അത് ആവേശത്തോടെ തിന്നുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. അവിടെ തന്നെയാണ് പെഡൽ ബോട്ടിംഗ് ഉള്ളത്. കൈവെള്ളയ്ക്കകത്ത് മരങ്ങൾ നട്ടു വളർത്തിയ ഒരു കാഴ്ച കാണും. ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് മാംഗ്യോമെഡേഴ്സിൻ്റെ സംവിധായകൻ്റെ കൈകളാണെന്ന്. അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. വില്ലകളും ഏറുമാടവും ഗുഹയും ഒക്കെ കാണാം. പ്രണയിക്കുന്നവർക്കായിട്ട് ഒരു സ്പെഷ്യലായൊരു വാലന്റൈൻസ് ഗാർഡൻ ഒരുക്കിയിട്ടുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കാണുന്ന കാഴ്ചകളേക്കാൾ വൈവിധ്യമാർന്ന കാഴ്ചകൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്കൊരാവശ്യമായി തോന്നിയ ഒന്ന്, കുളത്തിൻ്റെ നടുവിൽ സ്ഥാപിച്ചുള്ള ഒരു ശിവപ്രതിമയാണ്. അതിൻ്റെ ചുറ്റും കുളത്തിൽ കല്ലുകൾ പൊങ്ങിക്കിടക്കുന്നത് പോലെ കാണാം. അത് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് സ്ഥാപിച്ചാണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ചുറ്റും നടന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ സാധിക്കും. അവിടെയും ധാരാളം മീനുകളുണ്ട്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന കവിത ഉദ്ധരിച്ചുകൊണ്ട് ഒരു ടാബ്ലോ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ജീവൻ തുടിക്കുന്ന പ്രതിമകൾ. നല്ല രസമാണ് അത് കാണാൻ. അത് കാണുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ ആ കവിത പഠിച്ച സ്കൂൾ കാലമൊക്കെ നമുക്ക് ഓർമ്മ വരികയാണ്. ലോകത്തുള്ള പലതര ഔഷധ മരങ്ങളും ഫലവൃക്ഷവും ആയുർവേദ ചെടികളും പച്ചക്കറികളും ഒക്കെ അവിടെ കാണാം. ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ നിറച്ചുണ്ടായിട്ടുണ്ട്. 4500-ൽ പരം മരങ്ങൾ ചെടികളുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. പിന്നെ ചകിരിച്ചോറ് കൊണ്ട് കയറ് വിരിക്കുന്നതും മൺപാത്രം ഉണ്ടാക്കുന്നതും എല്ലാം കാണാം. ചകിരിച്ചോറ് കൊണ്ട് കയറുണ്ടാക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. പിന്നെ അവിടെ ഒരു ഇളനീർപ്പന്തലുണ്ട്. അവിടുത്തെ തെങ്ങിലെ തന്നെ കരിക്കാണ് നമുക്ക് തരുന്നത്. അതെല്ലാം ഞങ്ങൾ കുടിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ അടുത്ത് തന്നെ ഷാപ്പിലെ കറികൾ എന്ന് പറഞ്ഞ് ഒരു ബോട്ടുണ്ട്. അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബൈബിൾ സ്റ്റാച്ചു അവിടെ കാണാം. ബൈബിളിൽ പറയുന്ന സസ്യങ്ങളും മരങ്ങളും ഒക്കെ അവിടെ നട്ടു വളർത്തിയിട്ടുണ്ട്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ റൈഡിനെ പോയത്. ഭക്ഷണം കഴിച്ച് ഊണും ബിരിയാണി ഏതെടുത്താലും 200 രൂപയാണ്. ഭക്ഷണം അത്ര മെച്ചമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഷിക്കാര ബോട്ടിൽ കയറി. ഷിക്കാര ബോട്ടിൽ കയറുന്നതിന് ഒരാൾക്ക് എക്സ്ട്രാ 100 രൂപ വെച്ച് കൊടുക്കണം. അത് നല്ല രസമാണ്. ഞങ്ങളുടെ കൂടെയുള്ളവരെല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് ഞങ്ങൾ ആ ബോട്ട് യാത്ര ചെയ്തു.
പിന്നെ കുട്ടവഞ്ചിയിൽ കയറി. അതിൽ 5 പേർക്ക് ഇരിക്കാം, ഇരുന്ന് തുഴയാം. നല്ല രസമാണ്. ആ തുഴച്ചിലും എല്ലാം നല്ലതായിട്ട് ഞങ്ങൾ ആസ്വദിച്ചു. പിന്നെ പെഡൽ ബോട്ടിങ് പോയി, അതിൽ 4 പേർക്ക് ഇരിക്കാം. അതും നന്നായിട്ടുണ്ടായിരുന്നു. കൊട്ടവഞ്ചിക്കകത്തും പെഡൽ ബോട്ടിങ്ങിനും എൻട്രി ഫീസിനകത്ത് തന്നെയുള്ള ഫീസ് കൊടുത്താൽ മതി. എല്ലായിടത്തും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ സൈക്ലിങ്, ഗോ കാർട്ടിങ് ഒക്കെ ഉണ്ട്. അരമണിക്കൂർ സൈക്കിൾ ചവിട്ടുന്നതിന് എൻട്രി ഫീസിനകത്ത് ഇൻക്ലൂഡാണ്. 1 മണിക്കൂറൊക്കെ ആയിക്കഴിഞ്ഞാൽ 100 രൂപ കൊടുക്കണം. പിന്നെ ഒരു ചെറിയ അക്വേറിയം ഉണ്ട്, വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് അതും കാണാൻ. പിന്നെ ഒരു തീമാറ്റിക് ATM ഉണ്ട്. കുട്ടൂസനും ലുട്ടാപ്പിയും ഡാങ്ങിനി അമ്മൂമ്മയൊക്കെ ഉള്ളത്. ഞങ്ങളത് ചെല്ലുമ്പോൾ അത് വർക്കിംഗ് അല്ലായിരുന്നു. പിന്നെ പെൻഡുലം ടയർ, ലിഫ്റ്റ് റൈഡ്, വുഡൻ റൈഡ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ കയറി നന്നായിട്ട് ആസ്വദിച്ചു. ഇതുകൂടാതെ ഫിഷിങ്, അമ്പെയ്ത്ത്, ഷൂട്ടിങ് എന്നിവയുണ്ടായിരുന്നു. സമയക്കുറവ് കാരണം ഞങ്ങൾക്ക് അതിലൊന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല. കേരളത്തിൻ്റെ ഐതിഹ്യം വിളിച്ചോതുന്ന പരശുരാമനെയും സർപ്പക്കാവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും നല്ല ഒരു സവിശേഷതയായി തോന്നുന്നത് എല്ലായിടത്തും കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുണ്ട്. ഗൈഡ് ഇല്ലെങ്കിലും നമുക്ക് QR കാർഡ് സ്കാൻ ചെയ്തും അറിയിപ്പോൾ ബോർഡുകളൊക്കെ വായിച്ച് ഓരോന്നും നമുക്ക് തനിയെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പാർക്കിൽ നിന്ന് ഞങ്ങൾ 5 മണിക്ക് ഇറങ്ങി. വീണ്ടും ഞങ്ങൾ വൈക്കം കായലിൽ പോയി അവിടെ സൺസെറ്റൊക്കെ കണ്ടു, ചായയൊക്കെ കുടിച്ചു, തിരിച്ചു പോന്നു. ബസ്സിലൊക്കെ അടിച്ച് പൊളിച്ച് പാട്ടും ഡാൻസും ഒക്കെ ആയി ഒരു 8 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി. നല്ല സന്തോഷം നിറഞ്ഞൊരു യാത്ര, ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു യാത്ര. എൻ്റെ യാത്രാ വിവരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കെ, ബൈ.